ഹലോ, ഗുഡ് ഈവനിങ് ബ്യൂട്ടിഫുൾ സോൾസ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ റീഡിങ്ങിലുണ്ടെങ്കിൽ മാത്രം ഇത് കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് 4 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ പ്രസൻറ്റ് കണ്ടീഷനാണ് അതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ബ്രേക്ക് വേണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. എനിക്കൊരു ബ്രേക്ക് വേണം, എനിക്കൊരു റെസ്റ്റ് വേണം, ആ ഒരു എനർജിയാണ്. നിങ്ങൾ എക്സ്വാസ്റ്റഡായി, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്വാസ്റ്റഡായി, ഓവർവെംഡായി. ഓക്കെ, ആ ഒരു ഫീലിംഗാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അമിതമായി പോയി, ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമിതമായി പോയി എന്നൊരു തോന്നൽ, മടുത്തു, അത് തന്നെ, അങ്ങനൊരു ഫീലിംഗാണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ റൂട്ട് ചക്ര ഇവിടെ ബ്ലോക്ക്ഡ് ആണ്. റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സുരക്ഷിതത്വവും സ്ഥിരതയും തരുന്ന ഒരു ചക്രയാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. അത് ബ്ലോക്ക്ഡ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു സുരക്ഷിതത്വ ബോധം തോന്നുന്നില്ല, ഈ ബന്ധത്തിൽ ഒരു സ്ഥിരത തോന്നുന്നില്ല, ബന്ധത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയതുപോലെ. ചില ആൾക്കാർക്ക് പുറം വേദന, കാലുകൾ വേദന, അടിവയറ് വേദന എന്നിവ അനുഭവപ്പെടുന്നുണ്ടാവും. ഓക്കെ, ഇത് ചെയ്യാണ്ട് എന്തെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, അറിയാവുന്നവർ യോഗ ചെയ്യുക, ഗ്രൗണ്ട് എക്സസൈസുകൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുക, സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക റൂട്ട് ചക്ര ബ്ലോക്ക് മാറ്റാൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെന്ന് വെച്ചാൽ 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ചാലഞ്ചാണ്. ചാലഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം ഞാൻ തനിച്ചാണ് ചെയ്യുന്നത് എന്നാണ് ഒരു തോന്നൽ. ഞാൻ മാത്രം ഭാരം വലിക്കുന്നു, ഞാൻ മാത്രം എല്ലാ ഉത്തരവാദിത്വവും എല്ലാം എൻ്റെ തലയിലാണ് എന്നൊരു ഫീലിംഗാണ് നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ കാർഡ് എടുത്തിട്ട് പിന്നെ ഞാൻ ഇതിന് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് കാർഡുകളൊക്കെ നേരത്തെ എടുത്ത് തീർന്നിട്ട് ഞാൻ പിന്നെ പതുക്കെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ചാലഞ്ച്. നിങ്ങളാണ് ഭാരം വലിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഇവിടെ. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ഇൻഫ്ലുവൻസിൽ ഒരുപാട് കാര്യങ്ങൾ പരിമിതി തോന്നുന്നുണ്ട്, സ്വന്തമായിട്ട് കുറേ പരിമിതികളുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു പണ്ട്. ഇത് നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്കിതിനൊരുപാട് കാര്യങ്ങളിൽ പരിമിതികളുണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അടുത്ത കാർഡ്, നാലാമത്തെ കാർഡ് 2 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിലൊരു തീരുമാനം വരാനുണ്ട്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് മനസ്സിലായത്. അഞ്ചാമത്തെ കാർഡ് 4 ഓഫ് കപ്സിൻ്റെതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്കൊന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. ഭയങ്കരമായിട്ട് വിരസത, അലസത എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടപ്പെട്ടു പോയ കപ്പുകളെ, പ്രണയബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അടുത്തത് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. എന്താണ് തടസ്സങ്ങളെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വയം സംരക്ഷിക്കുന്നത് പോലെ ഇതിനകത്ത് പറയുന്നു. അധികമായി നിങ്ങൾക്ക് സെൽഫ് പ്രൊട്ടക്ഷനാണ്, അതാണ് നോക്കുന്നത്. അത് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ടാരറ്റ് നമ്മളോട് ചോദിക്കുന്നു. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപദേശം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. ധൈര്യമായിട്ടിരിക്കാനാണ് പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ മനസ്സ് തുറന്ന് പറയാൻ
മടിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ളത് പറയാൻ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല എന്ന്. സൺ എനർജി പറയുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങൾ നല്ലതായിട്ട് വരും ഫ്യൂച്ചറിൽ എന്ന് തന്നെയാണ് സൺ എനർജി പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കൂ എന്നാണ് ഇതിൽ പറയുന്നത്. അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. മുന്നോട്ടുള്ള തീരുമാനങ്ങളിൽ പലതും നിങ്ങളുടേതായിരിക്കണം എന്ന് മജീഷ്യൻ കാർഡ് ഓർമ്മിപ്പിക്കുന്നു. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി ഇവിടെ ഹൈഡിങ്. എന്താണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്? ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്, ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അത് പരിഹരിച്ചാൽ മാത്രം ആണ് മുന്നോട്ട് പോകുമ്പം യാത്ര സുഗമമാകുന്നത്, ആ ചിന്തകളെ. ഓക്കെ, അപ്പോൾ അത് പരിഹരിച്ച് കിട്ടുന്നതും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ പണ്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുറിവുകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ പല തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 10ാമത്തെ കാർഡെന്ന് പറയുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡെന്ന് പറയുന്നത് ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഉണ്ടാകും. ഓക്കെ, അതങ്ങനെ മാറേണ്ടതാണ്. ഇപ്പം മാറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ആ മാറ്റം നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ചില പാറ്റേൺസ് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കും. അത് അവസാനിച്ചിട്ട് പുതിയ ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കമുണ്ടാകും. അത് ആ മാറ്റം അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത, നിങ്ങൾക്ക് സ്യൂട്ടാകാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അതിന് പകരം പുതിയ ചില തുടക്കങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ എനർജി. നാളെ രാവിലെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അയാളുടെ എനർജി എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ ബൈ.